ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്പൂതിരി പ്രിയങ്ക അവിടെ കാണിച്ചതിനെ കുറിച്ചും അവിടെ ചെയ്തതിനെ കുറിച്ചും ഒക്കെ എല്ലാവരോടുമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, മോളെ എന്താ വാസ്തവം, എന്താണ് ഉണ്ടായിട്ടുള്ളത്, നീ കാര്യം തെളിച്ച് പറയാൻ. ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഞാനായിട്ട് പോകുന്നതല്ല, വരുണായിട്ട് പറഞ്ഞയച്ചതാണ്, വരുണാണ് സ്വർണം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുണ്ട് ഇവിടെ, അവൻ്റെ വീട്ടുകാരുണ്ട് ഇവിടെ, അവരോടൊക്കെ കാര്യങ്ങൾ പറയേണ്ടതല്ലേ, നീ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോരാണോ വേണ്ടതെന്ന് ഇങ്ങനെ മുത്തശ്ശി പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കുത്തുവാക്കുകളായിട്ട് പ്രിയങ്ക പറയുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ട് ഇവിടുന്ന് പൊക്കൊണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, എങ്ങോട്ടെങ്കിലും പൊക്ക്, ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കണേ നല്ലത്, നീ എങ്ങോട്ടെങ്കിലും പോകുന്നതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ദേവ എന്നിങ്ങനെ വിളിക്കുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, മടുത്ത് അമ്മയെ മടുത്തു, കടം കയറി മുടിയാറായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, ഇവളെങ്കിലും നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്, പക്ഷെ ഇപ്പോൾ ഇവളും ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ മുഖത്ത് ഇങ്ങനെ നോക്കാനാ എന്നിങ്ങനെ ദേവനാരായണ നമ്പൂതിരി വിഷമത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നുണ്ട്, മോളകത്തേക്ക് ചെല്ല്, അകത്ത് പോയി ഇരുന്നു, അവളെ മനസ്സൊന്ന് തണുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ദേവനാരായണ നമ്പൂതിരിയെ നോക്കിയിട്ട് രാധിക പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, ഈ ബന്ധത്തിനൊരു കോട്ടവും സംഭവിക്കില്ല, അച്ഛൻ പേടിക്കണ്ട എന്നിങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി പറയും, നന്മയുള്ള മനസ്സ് പ്രാർത്ഥിച്ചാൽ എന്തും കേൾക്കും, പക്ഷേ ഈ കാര്യത്തിൽ അതും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ ഇവള് എപ്പോഴും എന്നെയും കുടുംബത്തെയും ചതിച്ചിട്ടുള്ളൂ, ഇപ്പോൾ അവൾ ചതിക്കുകയാണെന്നിങ്ങനെ പറഞ്ഞ് നമ്പൂതിരിയും അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് കുളിച്ച് ഭഗവാന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന രാധികയാണ്. രാധിക ഇങ്ങനെ അതിവിഷമമായി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, ഞാൻ വരൻ്റെ അമ്മയ്ക്ക് വാക്ക് പുറത്തു പോയി, ഞാൻ വരനെ പിടിച്ചു കൊടുക്കാമെന്ന്, പക്ഷെ വരൻ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല, നീ കാത്ത് രക്ഷിക്കണേ എൻ്റെ ഭഗവാനെ, വരൻ എന്താണ് ചെയ്യണതും അവരമ്മയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ കരഞ്ഞ് രാധിക പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് കൃഷ്ണ ഭഗവാന്റെ കഴുത്തിൽ ചാത്തിയെന്ന ആ തുളസി മാലയിൽ നിന്ന് ഒരു തുളസി കതിർ രാധികയുടെ കയ്യിലേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. അങ്ങനെ രാധിക പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഭഗവാന്റെ സന്നിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി, ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ തുളസിക്കതിരുമായി രാധിക അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വരുണിൻ്റെ വീടാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ അടുക്കലേക്ക് സൂര്യ വരുന്നുണ്ട്. സൂര്യ ഇങ്ങനെ വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നു, മുത്തശ്ശി ഞാൻ ഇവിടുത്തെ ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോൻ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അതല്ല, അച്ഛൻ വയ്യാതെ കിടന്നപ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവർക്കും എല്ലാവർക്കും അതൊരു ബാധ്യത ആവുള്ളൂ എന്ന് വെച്ച് ഉണ്ടായിരുന്നു, പക്ഷേ വരുണിനെ കാണാതായിട്ട് പോലും എന്നോട് ആരും പറഞ്ഞില്ല, ഞാൻ അത്രയും ഒഴിയാബാധയായ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും അറിയാം വരുണ് ഇവിടെ കാണാത്തതിൻ്റെ കാര്യം, പക്ഷേ ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയും, മോനെ, നിന്നെയും കൂടി അത് അറിയിച്ചിട്ട് നീയും കൂടി വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ആരും പറയാഞ്ഞെന്നിങ്ങനെ പറയുന്ന സമയത്തായിരിക്കും കൽപ്പനയും ഉർവശിയും ബാക്കിൽ കൂടെ വരുന്നത്. അങ്ങനെ അവർ വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും സൂര്യ പറയുന്നത്, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കൽപ്പന മാത്രമാണ് ഞാൻ അവഗണിക്കുന്നത്, ബാക്കി എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന്, ഇപ്പം എല്ലാവരും എന്നെ അവഗണിച്ചു, പക്ഷേ കുറ്റപ്പെടുത്തിക്കൊള്ളു, എന്നെ ആരും അവഗണിക്കരുതെന്ന് ഇങ്ങനെ സൂര്യ അതിവിഷമമായി പറയുന്നുണ്ട്. അങ്ങനെ സൂര്യ പറയുന്നുണ്ട്, വലിയച്ഛനോട് ചെറിയച്ഛനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം, അവൻ എൻ്റെ അനിയനും അല്ല, ഫ്രണ്ടും അല്ല, അവൻ എനിക്ക് ദൈവത്തെ പോലെയാണ്, എൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവൻ്റെ മുമ്പിലാണ് കരയാറ് എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് അവനെ കണ്ടെത്തണം, അവൻ നമ്മളെയും വിട്ട് എവിടെയും ഒന്നും പോകില്ല, അവനക്ക് അങ്ങനെ മാറി നിൽക്കാനും പറ്റൂല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത് സൂര്യ കൽപ്പനയെ കാണുന്നുണ്ട്. അപ്പോൾ കൽപ്പനയോട് പറയുന്നുണ്ട്, കൽപ്പന നീ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ എല്ലാവരും പറഞ്ഞു സൂര്യ അറിയണ്ട എന്നുള്ളത്, പിന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് തെറ്റ് ചെയ്തു എന്നുള്ളത് എല്ലാവരും പറയുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, ഏട്ടൻ്റെ കാര്യത്തിലും വരുണിൻ്റെ കാര്യത്തിലും ദൈവം ഒന്നും നിശ്ചയിച്ചിട്ടുണ്ട്, അത് അതുപോലെ നടക്കുള്ളൂ എന്നിങ്ങനെ ഉർവശിയും പറയുന്നുണ്ട്. ക്ഷീണിച്ചിട്ട് സൂര്യയോട് പറയുന്നുണ്ട്, വാ മോനെ, ഞാൻ മുറിയിൽ കൊണ്ടാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ കൽപ്പനയോടായിട്ട് സൂര്യ പറയുന്നുണ്ട്, നിന്നോട് അവന് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ നീ അതൊന്നും മനസ്സിൽ വെച്ച് അവനെ തിരയുന്ന കാര്യത്തിൽ നീ അതൊന്നും കാണിക്കരുത്, ചെറിയച്ഛനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ നടത്തണം എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി സൂര്യയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട്, കൽപ്പന നീ ഇത് അവനോട് നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉർവശി കൽപ്പന കളിയാക്കുന്ന മട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ നമ്മളതിനല്ലല്ലോ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്നിങ്ങനെ കൽപ്പനയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാധിക അമ്പലത്തിലേക്ക് വരുന്നൊരു ഭാഗമാണ്. അങ്ങനെ രാധിക അമ്പലത്തിലേക്ക് വന്ന് ആരെയെ തിരയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ, അച്ഛൻ അയച്ച പോലെ ആ മകനെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി, എന്നെ പരീക്ഷിക്കല്ലേ, ആ മകനെ അച്ഛൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു തൊഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രസാദവും വാങ്ങിച്ചിട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ
രാധിക പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിഞ്ഞ് നോക്കുന്നതിലൊരു ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ എന്തോ സംസാരിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവന്മാർക്കൊക്കെ കള്ള് കുടിച്ച് കിടക്കാൻ അമ്പലത്തിൻ്റെ ഭാഗമായി കണ്ടുള്ളതൊക്കെ പോലീസിൽ ഏൽപ്പിക്കുക ഇങ്ങനെ വേണ്ടതെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക അത് കേട്ട് ചോദിച്ചു ചേട്ടൻ എന്താ അവിടെ പ്രശ്നം എന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. ഒരുത്തൻ കള്ള് കുടിച്ചിട്ട് സർപ്പക്കാവിൻ്റെ അവിടെ കിടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയും അത് കള്ള് കുടിച്ചിട്ട് അല്ലെങ്കിൽ വല്ല പാമ്പോ മറ്റോ കടിച്ചിട്ടാണെങ്കിൽ അവൻ്റെ കിടപ്പ് കണ്ടാൽ അറിയാം അവന് കള്ള് കുടിച്ചിട്ടാണെന്നുള്ളത്. മോള് കമ്മിറ്റിയിൽ പറഞ്ഞ പോലീസുകാരെ അറിയിപ്പിക്കും, ഞങ്ങളത് കാരണം അങ്ങോട്ട് പോയില്ല, മോളൊന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവർ യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ രാധിക നേരെ സർപ്പക്കാവിൻ്റെ അവിടെ ചെന്നിട്ട് ഒരാൾ കമന്ന് കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ രാധിക ആ കമന്ന് കിടക്കുന്ന ആളെ നേരെ നിർത്തുമ്പോഴാണ് അത് വരുണാന്ന് മനസ്സിലാവുന്നുണ്ട്. വരുൺ ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, എനിക്ക് വരുന്നു ഇങ്ങനെ കവളിൽ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ വരുൺ എണിക്കുന്നില്ല. അങ്ങനെ രാധിക വീണ്ടും തിരിഞ്ഞങ്ങോട്ട് ഓടുന്നുണ്ട്. അങ്ങനെ രാധിക ഓടിപ്പോയി അമ്പലത്തിൽ നിന്നുള്ളൊരു കിണ്ടിയിൽ വെള്ളവുമായി ഓടി വരും. മൊന്തയിൽ വെള്ളവുമായി വരുന്നുണ്ട്. എന്നിട്ട് വരുണിനെ മുഖത്തേക്ക് തെളിച്ചിട്ട് വരുൺ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ടും വരുൺ കണ്ണ് തുറക്കാതാകുമ്പോൾ രാധികയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ രാധിക വീണ്ടും പ്രസാദത്തിൽ നിന്നുള്ള ചന്ദനം എടുത്ത് വരുണിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുൺ കുറച്ച് നേരം കഴിയുമ്പോൾ വരുൺ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വരുൺ കണ്ണ് തുറക്കുന്നുണ്ട്. അങ്ങനെ വരുൺ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ എങ്ങോട്ടാണ് പോയത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോഴാണ് വരുൺ വന്നത്, വരുൺ എന്തോ സംഭവിച്ചിട്ടുണ്ട് വരുണൊന്ന്, അപ്പോൾ താനൊന്ന് പോടോ, താനല്ലേ എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്, എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നാണ് എന്നെ ഇവിടെ വെച്ചിട്ട് പോയതല്ലേ എന്നിങ്ങനെ വരുൺ രാധികയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറഞ്ഞോളൂ ഞാൻ ഇപ്പോഴാണ് വരുൺ വന്നത്, വരുൺ എന്തോ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാൻ ഇങ്ങനെ വരുണിനോട് പറയുന്നുണ്ട്. അങ്ങനെ വരുൺ നന്നായി ചിന്തിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ കടലിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് തിരയിൽ പെടുന്നുണ്ട്. ആ സമയത്ത് മുങ്ങി താഴുന്ന സമയത്ത് ശ്യാമയാണ് വരുണിനെ രക്ഷിക്കുന്നത്. അങ്ങനെ ശ്യാമ ഹേ വിനു എന്നിങ്ങനെ വിളിച്ചിട്ട് വിനുവിനെയും കൊണ്ട് വരുണിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താ മേഡം ഓരോരുത്തർ ഒരു പരിപാടി ചെയ്യുന്നത്, ദൈവമനക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ആരെയും പറയണ്ട, ഓരോരുത്തർ ജീവിക്കുന്ന അവസ്ഥ അവരൊക്കെ അറിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കാറിൽ വരുണിനെ കൊണ്ടിരുത്തുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ശ്യാമ വിളിക്കുന്നുണ്ട് ഹേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വരുൺ കണ്ണ് തുറന്നിട്ട് പറയാം നീ എന്നെ തേടി എത്തിയല്ലോ. അപ്പോൾ ശ്യാമയുടെ കവളിൽ ഇങ്ങനെ തലോടുമ്പോൾ ശ്യാമ എവിടേക്കാണ് പോകേണ്ടത്, എന്താ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത്. ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് നമ്മളെപ്പോഴും കാണാറുള്ള നമ്മുടെ അമ്പലത്തിൽ കൃഷ്ണ വിഗ്രഹത്തിലുള്ള അമ്പലത്തിലേക്ക് പോയാൽ മതി. അങ്ങനെ അമ്പലത്തിൻ്റെ പേരിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, ബോധം പോകുന്നുണ്ട്. അങ്ങനെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ശ്യാമയോട് എനിക്ക് ആ അമ്പലം ആരെയും നീ അങ്ങോട്ട് വിടാനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുണിനെയും കൊണ്ട് അമ്പലപ്പറമ്പിൽ എത്തുന്നുണ്ട് ശ്യാമ. എന്നിട്ട് അവിടെ എത്തുമ്പോൾ വരുണിനോട് പറയുന്നുണ്ട് ഹലോ ഇത് എനിക്ക് നിങ്ങൾ പറഞ്ഞ അമ്പലം എത്തിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വരുൺ വയ്യാത്ത പോലെ കാർമേൽ ഇങ്ങനെ ചാരി കിടക്കുമ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തായിരിക്കും ശ്യാമയുടെ ഫോണിലേക്ക് അശ്വതിയുടെ കോൾ വരുന്നുണ്ട്. ആകെ പരിഭ്രാന്തിയായി കരഞ്ഞിട്ടാണ് അശ്വതി വിളിക്കുന്നത്. അങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി എന്നിങ്ങനെ പറയുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഇനി പറയുന്നത് 1-ാം തീയതിയിലത്തെ ഒരു പ്രൊമോയാണ്. അതിൽ രാധിക ഇങ്ങനെ വരുണിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിലായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കുക അച്ഛൻ ഹോസ്പിറ്റലിലോ എന്തീ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വരുൺ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ ബിജുവും വരുണിൻ്റെ അമ്മയും വരുണിനെ കണ്ടിട്ട് ആകെ സന്തോഷമായി ഇങ്ങനെ നിൽക്കുന്നു. മോനെ എന്നിങ്ങനെ പറഞ്ഞ് അമ്മ കരയുന്ന ഒരു ഭാഗവും കൂടി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുൺ അച്ഛൻ്റെ അടുക്കിലേക്ക് പോകുന്ന ഒരു ഭാഗവും ഈ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ.